ഏറ്റവും ലേറ്റ് ആയിട്ട് റിപ്ലൈ തരുന്നവരാരാ? ഓൺലൈനിൽ കാണലേ ഇല്ല. ഗ്രൂപ്പിലൊന്നും അവളെ കാണില്ല. അവൾക്ക് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് VIP. If we swap lives for a day, who would you choose first? നമ്മൾ 4 പേരില് നിനക്ക് ഒരാളുടെ ലൈഫിൽ കയറിയിട്ട് നീ ആരുടെ ലൈഫിലേക്ക് നീ ചൂസ് ചെയ്യേണ്ടതാ? കൃഷ്ണയുടെ ലൈഫാ. ബാംഗ്ലൂർ പോകാൻ എനിക്ക് നടക്കണം. 11 The one thing you admire about me. ആലോചിക്കണം അവള് പറഞ്ഞു. ചെയ്യാൻ ഭയങ്കര കേക്കില്ല, സപ്പോർട്ട് ചെയ്യും. അതെ, നമ്മ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് നമ്മളെല്ലാ തെറ്റും ശരിക്കും. അത് ചിലപ്പോ വള്ളിയായിരിക്കും പിടിക്കുന്നുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഇരിക്കും. പക്ഷെ നമ്മള് ഒക്കെ കേട്ടിട്ട് പകുതി കേൾക്കാൻ പാടുള്ളൂ, ബാക്കി ഒന്നും കേൾക്കാൻ പാടില്ല. എന്നിട്ട് ഫുള്ള് സപ്പോർട്ട് ചെയ്യാം. ആരുടെ ഭാഗത്ത് തെറ്റൊന്നും നമ്മൾ നോക്കൂല, പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്യണം. അവളെ ഭാഗത്ത് തെറ്റാണെങ്കിലും എന്റെ ഭാഗത്ത് തെറ്റാണെങ്കിലും കാര്യമായിട്ട് പറഞ്ഞതാ. ഇപ്പൊ ഞാൻ കാര്യം പറഞ്ഞിട്ട്, അത് നിങ്ങൾ ശരിക്കും നമുക്ക് ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നമ്മൾ 8 ആൾക്കാരുള്ളത്. ആ ഗ്രൂപ്പില് നിങ്ങൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരും. അപ്പൊ ഇവിടെ മിണ്ടാണ്ടിരിക്കണായിട്ടുള്ളത് ഞാൻ മാത്രമായിരുന്നു ആദ്യം. അപ്പൊ നിനക്ക് എന്ത് തോന്നി? എനിക്ക് അങ്ങനെ പരിചയമില്ലല്ലോ, അപ്പൊ ഞാൻ എങ്ങനെ ഞാനേ കോളിലും ഉണ്ടാവില്ല, ഞാനും ചാറ്റ് ചെയ്താറില്ല. എനിക്ക് എന്റെ അടുത്ത് ഹെൽത്ത് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, എടി നമ്മളാ പണ്ടത്തെ ഗ്യാങ്ങില്ലേ ഗ്രൂപ്പൊക്കെ ഉണ്ട്, പിന്നെ ആഡ് ചെയ്തിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവർക്ക് എന്ത് തോന്നും ഞാൻ വന്നു കഴിഞ്ഞാൽ, കാരണം ഞാൻ അന്ന് പോയതാണ്. പിന്നെ എന്നെ കുറിച്ച് ഒരു വിവരമില്ല. ഹെസക്ക് എന്നെ ഈ കോളേജ് 2nd ഇയർ ആയപ്പോഴാണ് ഹെസക്ക് എന്റെ അക്കൗണ്ട് കിട്ടിയത്. തന്നെ സജഷനിൽ വന്നപ്പോ ഞാൻ അവൾക്ക് ഫോളോ ചെയ്ത് അങ്ങനെ സംസാരിച്ചപ്പോഴാണ് അവളെ നിൽക്കുന്നത്. അപ്പൊ അവരെന്ത് വിചാരിക്കും? ഉണ്ടായില്ല. അപ്പൊ ഗ്രൂപ്പിൽ കയറ്റി പിന്നിപ്പോ ഞാൻ ഇങ്ങനെ മിണ്ടും, ഞാൻ പറഞ്ഞ് ഗ്രൂപ്പിൽ കയറ്റിയതിനു ശേഷമാണ് ഞാൻ കാണാതെ മെസ്സേജ്. ഞാൻ പിന്നെ കോൾ എടുത്തിട്ടെല്ലാം മിണ്ടിയിട്ടില്ല, ചാറ്റിലും വന്നിട്ടില്ല. പിന്നെ നമ്മള് കണ്ടത് പിന്നെ നമ്മള് ഭയങ്കര കമ്പനി. പക്ഷെ അപ്പോഴും ഞങ്ങൾക്കൊരു നാണം ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ട് കൊണ്ടും ഉണ്ടായി. ഒരു 5 മിനിറ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ. പിന്നെ പിന്നെ ഇവിടെ അപ്പൊ ഹെസ് എന്റെ അടുത്ത് പറഞ്ഞു, നമ്മളെ ആൾക്കാരല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പേര് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഡാറ്റ ഓഫ് ആക്കിയിട്ട് ഞാൻ ഫോൺ അവിടെ കൊണ്ടുവച്ചു. ഏതായാലും മരുവില്ല വെച്ചിട്ട് ഞാൻ ഇരുന്ന് എന്ത് വിചാരിക്കും അവരും തന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് വിചാരിക്കും. അന്നൊക്കെ ഉണ്ട്, അന്ന ആരായത് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് മലയാളം ക്ലാസ്സിൽ, ഏതോ ക്ലാസ്സിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഉണ്ട്, അന്ന ഉണ്ടായിരുന്നു, ടീച്ചറിന്റെ ഒപ്പമായിരുന്നല്ലോ അപ്പൊ അന്നനെ ഞാൻ പക്ഷെ കണ്ട പരിചയം പോലെ ഉണ്ട് എനിക്ക്. പക്ഷെ അപ്പോഴും എനിക്കൊരു ഇതുപോലെ ആയിട്ട് ലാസ്റ്റ് ഒരു ദിവസം ഞാൻ നോക്കിയോ വീഡിയോ കോൾ വിളിക്കണേ. ഞാൻ കുറെ നേരം വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഹെസ് വന്നിട്ട് എന്നെ വിളിക്കുക, എന്നിട്ട് വീഡിയോ കോളോ കേറാത്ത. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ വണ്ടിയിലിരിക്കണം, നീ വരെ. അപ്പൊ ഇവിടെ വണ്ടിയിലല്ലേ ഇരിക്കുക മേടിച്ചിട്ട് എന്ത് വിചാരിക്കുന്ന വെച്ചിട്ട്. എന്നിട്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ മിണ്ടാണ് ഇങ്ങനെ ഇരിക്കും. ബാക്കിയുള്ളവർ എന്തൊക്കെയോ സംസാരിക്കണം, അഞ്ചൊക്കെ എന്തൊക്കെയോ പറയുന്നു. അതിനിപ്പോ ഞാൻ എന്താ ചോദിക്ക, നമ്മുടെ 4 പേരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വിചാരിക്കും. എവിടെ ഇരിക്കും ആദ്യം തൃശ്ശൂരൊന്ന് കണ്ണോ സ്വിറ്റ്സർലാൻഡോ ജപ്പാനോ മലേഷ്യ. കണ്ണടക്കിയ സ്വപ്നം കാണാ അവിടെ പിറ്റേ ദിവസം കണ്ണടക്കാം. അപ്പൊ ഞാൻ അവിടെ ബാഗ് എടുക്കാം, ഐഡി കാർഡ് ഇട്ടാ കോളേജിൽ പോവാ. ഇവിടുത്തെ തൃശ്ശൂര് പോകാൻ പറ്റിയിട്ടില്ല എനിക്ക്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു മൂവിയാക്കി
അപ്പൊ ആ മൂവിയുടെ പേരെന്തായിരിക്കും? എനിക്കറിഞ്ഞൂടാ. കച്ചറ. പിന്നെ അപ്പൊ ആ മൂവിയില് Between Us. അതെ, ബിറ്റ്വീൻ അസ്. Between Us എന്താ കൂടെ പറഞ്ഞോണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരാണ്, 4 പേരുള്ള ഗ്രൂപ്പിന്റെ പേരാണ് ബിറ്റ്വീൻ അസ്. ജസ്റ്റ് ഒന്ന് റീൽ അയക്കാൻ വേണ്ടിട്ട് ഇൻസ്റ്റ തുടങ്ങിയതാണ്. പിന്നെ അത് വാട്സപ്പിലെത്തി. പിന്നെ അടുത്തത് ഇനി എവിടെയാണ്, ടെലിഗ്രാം വരെ പോകുന്നുണ്ട്. ഈ വീഡിയോ ഒരു വണ്ണില്ല കണ്ടിച്ചായിരുന്നു ഞങ്ങള്. അതിനുള്ള കണ്ടന്റ് ഇല്ലെങ്കിൽ ചിരിപ്പിക്കുന്നില്ല ഞങ്ങള്, എന്റർടൈൻ ചെയ്യിക്കുന്നില്ല. What is the one word that describes our friendship? വള്ളികൾ തേടി പിടിക്കുന്നു. കിച്ചുവാണ് നമ്മുടെ കൂട്ടത്തില്. കൂട്ടത്തില് 2 എണ്ണമാണ് വള്ളികള് ഇങ്ങനെ തുരുതുരാ പിടിച്ചോണ്ട് വരുന്നത്. ഞാനും കിച്ചു 2 എണ്ണം ഇരുന്ന് മോങ്ങി കഴിഞ്ഞിട്ട് വിളിച്ച് പരാതി. ചേച്ചിയാണ് കൂട്ടത്തില് ഏറ്റവും നല്ല വെച്ച് വള്ളി പിടിക്കാത്തത്. ഇവരെ കൂടെ കൂടി ഞാനിപ്പോ കുറെ വള്ളി പിടിച്ചിട്ടുണ്ട്. Have you ever had any misunderstanding? നമുക്കിടയിൽ വല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, അത് പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. എന്തിട്ടുണ്ടായിട്ടുള്ളൂ? അത് ഞാന് വിളിച്ചിട്ട് ഒന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ട് അവള് പിണങ്ങിപ്പോയി. അല്ലല്ല, അത് മുഴുവൻ പറയട്ടെ. പറഞ്ഞോണ്ടിരിക്കുമ്പോ പൂജ കയറിയിട്ട് പറഞ്ഞ അവന്റെ ഏതൊക്കെ പിന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചാൽ പൂജ കയറത്തെല്ലാം പറഞ്ഞോളൂ. അതറിയില്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വിചാരിച്ച് പറഞ്ഞോന്ന് പെട്ടെന്ന്. അത് 5 മിനിറ്റ് തന്നെ വിളിച്ച് ഞാൻ സോൾവ് ചെയ്തില്ല. ഇതിപ്പോ ഞമ്മ ചോദിച്ച ചോദ്യം അതുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വള്ളി പിടിക്കുന്നത് ആരാന്ന് നമ്മളെ കുട്ടി. കിച്ചല്ല എക്സാമിന് പോയിട്ട് വള്ളി പിടിച്ചിട്ടേ. എക്സാമിനാണ് മെയിനായിട്ട് വള്ളി പിടിക്കല്. What is the one thing you always wanted to tell me but never had a chance to say? I love you. ഈ വള്ളി പിടിക്കാന്ന് കുറയ്ക്കണം. അതെങ്ങനെ കുറയ്ക്ക? കണ്ണും മോന്തൊന്നില്ല. വല്ല മനുഷ്യനാണെങ്കിൽ ഞാൻ ഓടിപ്പോയിന് അതിന്റെ അടുത്തുനിന്ന്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാത്ത നേരത്തെ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ. അത് fall asleep during a movie. ഒരു പടം കണ്ടോണ്ടിരിക്കും ആരായിട്ടും കൊണ്ട് നമ്മളെല്ലാരും ഉറങ്ങിയിരിക്കും. നമ്മൾ ഉറങ്ങാറില്ല ഈ പടം കാണുമ്പോ. കിച്ചണോ? ഇല്ല, നമ്മളാരും ഉറങ്ങാറില്ല. 4:15 5:15 4:25. Who is more organized? വൃത്തിയും വെടുപ്പുള്ളത് ആരാ നമ്മുടെ കൂട്ടത്തില്? ഞാൻ. നിനക്കില്ലേ വൃത്തി? പഠിപ്പിച്ചു തരാട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ പറയോ? സ്കൂളാണോ കോളേജിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്? അതായത് എക്സ്പീരിയൻസ് എന്ന് ഉദ്ദേശിച്ചെങ്കിൽ നല്ല ഹാപ്പി സ്കൂള് എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തരാം. കോളേജ് എങ്ങനെയല്ലേ? കോളേജിന്റെ ഫ്രണ്ട്സ് അതെനിക്കറിയാം. ഇപ്പോ നിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നിനക്ക് പെട്ടെന്ന് വിഷമവും വരും, സങ്കടവും വരും, എന്നാ പെട്ടെന്ന് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പൊ നിന്റെ കൺസെപ്റ്റില് ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ എങ്ങനെയായിരുന്നു?